നമസ്കാരം. ഞാൻ ഷാജി, സിയോൺ ടെക്നോളജീസ് കണ്ണൂർ. ഈ മാസം 22-ാം തീയതി മുതൽ ഇന്ത്യയിൽ GST റേറ്റ്സിൽ കുറെ മാറ്റങ്ങൾ വരുവാണ്. കുറെ ഐറ്റംസിന്റെ ടാക്സ് കുറയുന്നുണ്ട്. ബിസി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഈസി ആയിട്ട് എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണിത്. GST rate changes. Fastest way to update in Item Master. ഇവിടെ രണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൂവ് ഓൾ ഐറ്റംസ് ടു ന്യൂ ടാക്സ് സ്ലാബ്. അതായത് 28% ഉള്ള എല്ലാ ഐറ്റംസും 18ലേക്കും, അതുപോലെ 12% ടാക്സ് ഉള്ള എല്ലാ ഐറ്റംസും 5% മാറ്റാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് മൂവ് പാർഷ്യൽ ഐറ്റംസ് ടു ന്യൂ ടാക്സ് സ്ലാബ്. അതായത് 18% ഐറ്റംസ് ചിലത് 18ൽ തന്നെ നിൽക്കുന്നുണ്ട്, ചിലത് 5% മാറുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു കമ്പനി നോക്കാം. ഇതില് 28% ടാക്സുള്ള ഐറ്റംസ് ഉണ്ട്, അതുപോലെ 12% ടാക്സുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് 22-ാം തീയതി മുതൽ 18ലേക്ക് വരും, അതുപോലെ 12% ഉള്ളത് 5ലേക്ക് വരുന്നു. അതെങ്ങനെയാണ് ആ ചേഞ്ചസ് വരുവാന്നുള്ളത് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റർ ടാക്സ് കാറ്റഗറി മോഡിഫൈ. GST 28%. ഇവിടെ ഓപ്ഷൻ ഉണ്ട് വിത്ത് എഫക്ട് ഫ്രം, അതായത് 22/9/25 മുതൽ 28% ടാക്സ് 18%ലേക്ക് വരുവാണ്. ഇവിടെ IGSTയിൽ 18 അടിച്ചുകൊണ്ട് GST എൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ CGSTയിലും SGSTയിലും 99 ഓട്ടോമാറ്റിക് എടുക്കും. ജസ്റ്റ് സേവ് ചെയ്യാം. അതുപോലെ 12%-ല് 22/9/25 മുതൽ ഇത് 5%. സേവ്. ഈ ഐറ്റം നമുക്കൊന്ന് ബില്ല് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഇന്നത്തെ ഡേറ്റിലൊരു ബില്ല് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. അതായത് 19/9 നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ ഈ അപ്പോളോ ടയർസ് 28%-ലാണ് ബില്ലിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബട്ടർ 12%-ലാണ് ബില്ല് ചെയ്തിട്ടുള്ളത്. നമുക്ക് 22-ാം തീയതി ഡേറ്റിൽ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് അപ്പോളോ ടയർ നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ 28%, അത് 12-ാം തീയതി വരുമ്പോൾ അത് 18-ൽ വന്നിട്ടുണ്ട്. അതുപോലെ ബട്ടർ ഇന്നത്തെ ടാക്സ് 12% അത് 22-ാം തീയതിയിൽ വരുമ്പോൾ 5% ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ബിസിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അടുത്തത് മൂവ് പാർഷ്യൽ ഐറ്റംസ് ടു ന്യൂ ടാക്സ് സ്ലാബ്.
ഇത് എല്ലാം 18% ടാക്സുള്ള ഐറ്റംസ് ആണ്. ക്യാമറയുണ്ട്, കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ട്. ഇതില് ഈ ക്യാമറ, മദർ ബോർഡ്, പ്രിന്റർ ഇതൊന്നും ടാക്സ് മാറുന്നില്ല. അതേസമയം കോൾഗേറ്റ് പേസ്റ്റ് 18% നിന്ന് 5% വരുവാണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. ടാക്സ് കാറ്റഗറി, ഇവിടെ ആഡ്, GST 18% to 5%. ഗുഡ്സ് ഇവിടെ 18 തന്നെ, ഇവിടെ വിത്ത് എഫക്ട് ഫ്രം 18% നമുക്കിവിടെ 5% പോവുകയാണ്. 5%. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ട്രാൻസാക്ഷൻ, സെയിൽസ്, ആഡ്. നമുക്കിവിടെ അഡ്മിനിസ്ട്രേഷനിൽ ഐറ്റം മോഡിഫൈ കോൾഗേറ്റ്, ഇവിടെ 18 to 5% കൊടുക്കണം. ട്രാൻസാക്ഷനിൽ സെയിൽസ്, ആഡ്, ഈ ഐറ്റംസ് എല്ലാം 18% തന്നെ ആയിരിക്കും. കോൾഗേറ്റ് ബേസ് ഓട്ടോമാറ്റിക് ആയിട്ട് 5% വന്നു. കുറെ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ ബൾക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബൾക്ക് അപ്ഡേഷനിൽ വന്നിട്ട് ചെക്ക് ഐറ്റം, ചെക്ക് അപ്ഡേറ്റ് ഐറ്റം ടാക്സ് കാറ്റഗറി. ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് എടുക്കുക. FMCG ഏതാ ഗ്രൂപ്പ് എടുക്കുക. നമുക്ക് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐറ്റം ഒരുമിച്ചിട്ട് പുതിയ ടാക്സ് കാറ്റഗറിയിലേക്ക് മാറും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മൈ നമ്പർ 9847940627. താങ്ക് യു.